വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. അസ്ലായി, ഞാൻ അലക്കും. അല്ല, ഞാനൊരു സഹോദര സംഭാഷണത്തിന് വേണ്ടി വിളിച്ചാണ്. ആ. നമ്മള് സാധാരണ യൂട്യൂബിൽ കാണുന്നത്. തിരക്കിലാണോ? പറയൂ, ആരാണ് പേര്? എന്റെ പേര് നസീബ് എന്നാണ്. നജീബ്. നസീബ് നസീബ് നജീദ്. നജീബ് അല്ല, നസീബ് നസീബ്. നസീബ്. അതെ അതെ. ഓക്കെ. അല്ല, നമ്മളൊരു സഹോദര തിരക്കിലാണോ? ഞാൻ ചോദിക്കണത്, ഞാൻ എക്സ് മുസ്ലിം ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. പിന്നെ എന്തിനാണ് ഈ സലാം പറയുന്നത്? അല്ല, എന്നാലും നമ്മളൊരു എങ്ങനെയാണ് പ്രതികരണം നോക്കാൻ വേണ്ടി ഒന്ന് സലാം നിങ്ങൾക്ക് ഗുഡ് പറഞ്ഞതാണ്. മോർണിംഗ് പറയാം, നമസ്കാരം പറയാം, എന്തെല്ലാം പറയാം. ഓക്കെ. അപ്പൊ അല്ല, അത് എങ്ങനെയാണ് ശരിയാണോ? പ്രതികരണം നോക്കാൻ നിങ്ങളൊരു വേണ്ടി വിളിച്ചാണ്. സോറി. പ്രതികരണം മനസ്സിലായല്ലോ. അത് ശരിയല്ല ഓക്കെ നിങ്ങൾ അത് ഓക്കെ, ചെയ്യുന്നത്. താങ്ക് യു. ഓക്കെ. ഒരു ഓക്കെ, ഫൈൻ. ബഹുസ്വര തിരക്കിലായിരുന്നു. ബഹുസ്വര സമൂഹത്തിൽ അത് ശരിയല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഉം. ബാക്കി പറയൂ. സോറി. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. അല്ല, പാടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് അറിയാനും നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ. എവിടെയാ സ്ഥലം? എവിടുന്ന? മീൻസ് ഏത് ഭാഗത്താണ് ഈ കേരളത്തിൽ? എൻ്റെ ഇവിടെ എറണാകുളത്താണ്. എറണാകുളം. എറണാകുളത്താണ്. അതെ. ശരി, ആയിക്കോട്ടെ, പറയൂ, എന്താണ് അറിയണ്ടേ? അല്ല, ഇപ്പോ ഞാൻ എന്താ വിളിക്കേണ്ടത്? സാറിന് വിളിക്കണോ, ആരിഫ് എന്ന് വിളിക്കണോ, ആരിഫ് ആരിഫ് എന്ന് സാറിന് വിളിച്ചാൽ മതി. വിളിക്കണോ? എങ്ങനെ? ആരിഫ് എന്ന് വിളിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇപ്പൊ എനിക്ക് പ്രായം 24 വയസ്സേ ആയിട്ടുള്ളൂ. അത് പ്രായമൊന്നും നോക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ഓക്കെ ആരിഫ് എന്ന് വിളിച്ചോളൂ. വേണമെങ്കിൽ ഓക്കെ. അല്ല, സല്ലല്ലാഹു അപ്പൊ അലൈഹി നിങ്ങൾ വസല്ലം എന്ന് എങ്ങനെയാണ് വേണമെങ്കിൽ ഈ പറഞ്ഞു. ഒരു എക്സ് മുസ്ലിം ആയി വന്നത്? അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെ? മനസ്സിലായി. നമ്മളിപ്പോ എക്സ് മുസ്ലിം ആവാനുള്ള എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനായിട്ടായിരുന്നു. എക്സ് മുസ്ലിം ആവാൻ കാരണം എന്താണെന്നോ? അതെ, എന്തായിരുന്നു കാരണം എന്ന് വെച്ചാല് ഉം. അതിനോട് ഒത്തുപോകാൻ നമ്മളെ പറ്റാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നമ്മളെ അത് വീഡിയോ ഒക്കെ ശരിയാണ്? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, അതാണ് ചോദിച്ചത്. നമുക്കിപ്പോ ഓ, അതിൽ പല പലതരം കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. പറഞ്ഞിട്ടുള്ള അല്ല, എനിക്ക് നിങ്ങള് ക്ലാരിറ്റി വരുത്താനായിട്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ള കാരണം നിങ്ങൾ ഏതാ കേട്ടിട്ടുള്ളത്? അതിലിപ്പോ ഞാൻ പൊതുവേ കേട്ടിരിക്കുന്ന ഇതിന്റെ പല കാരണങ്ങളാണ് വെച്ചാല്, ഉം. എന്താ പറയാ, ഇസ്ലാം രീതികളോട് പൊരുത്തപ്പെടാൻ പറ്റാതെ പോകുന്ന ഒരു കാരണങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഏതൊക്കെയാണ് ആ രീതികൾ നമ്മൾ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളത്? ഒരു ഉദാഹരണം പറയൂ. ഇപ്പൊ പല ഈക്വാലിറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വേർതിരിവ് അവിടെ കാണിക്കുന്നു. ഉം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ധാരണ എന്താണ് അക്കാര്യത്തിൽ? ഇക്വാലിറ്റി കൊടുക്കണ്ടോ? എങ്ങനെയാണ്? അല്ല, എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ എപ്പോഴും നിസ്കരിക്കാറൊന്നുമില്ല. ഞാൻ ആകെ വെള്ളിയാഴ്ച ജുമാക്ക് മാത്രമേ പോകുന്നുള്ളൂ. അത് ശരി, അതെന്തേ? അല്ല, എനിക്ക് ഞാനിപ്പോ ഇസ്ലാമിനെ കുറിച്ച് ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് ഞാൻ ഇപ്പോ ആരിഫിന്റെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ജബ്ബാർ മാഷിന്റെ ഒക്കെ ഒരുപാട് വീഡിയോസിനൊക്കെ ഞാൻ കാണാറുണ്ട്. ഓൾറെഡി വഴി തെറ്റിയപ്പോ? വഴി തെറ്റിയെന്നല്ല, നമ്മളിപ്പോ അതിനുള്ള ക്ലാരിറ്റി വേണമല്ലോ. നമുക്ക് പല സോഴ്സിലും തീർച്ചയായിട്ടും. കേറാറുണ്ട്. ഇപ്പൊ പക്ഷേ ആരിഫിന്റെ ഒരു കാണാറുണ്ട്, ആരിഫ് കാര്യമുണ്ട്. സാറിന്റെ. എങ്ങനെയാണ്? ഒരു കാര്യമുണ്ട്. എന്നാ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല എന്നാണ് നിയമം, അതറിയും. മനസ്സിലായി. ഞാനിപ്പോ നോക്കുന്ന വെച്ചാല്, ഇപ്പൊ നിങ്ങളുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്, ജബ്ബാർ മാഷിന്റെ വീഡിയോ കാണാറുണ്ട്, ലിയാഖത്ത് അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ കാണാറുണ്ട്. പിന്നെ അതുപോലെ മതപ്രഭാഷകരുടെ മതപണ്ഡിതന്മാരുണ്ടാവല്ലോ, അവരുടെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഏതിൽ നിൽക്കണം എന്നുള്ളൊരു നമുക്കൊരു ഇത് വേണമല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ ഈ മതമൊക്കെ ഇങ്ങനെ കേട്ട് വന്നപ്പോ ഏത് വിഷയത്തിലാണ് ഇപ്പൊ ഒരു സംശയം ഉള്ളത്? അത് പറയൂ. അല്ല, ഇപ്പൊ ഞാനിപ്പോ കൂടുതൽ കാര്യങ്ങളും പഠിച്ചു വന്ന സമയത്ത് എനിക്ക് മതത്തിൽ തന്നെ നിൽക്കാൻ ആണ് ഞാൻ നോക്കുന്നത്. ഞാനിപ്പോ നിസ്കരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതല്ല, മതത്തിൽ നിൽക്കാനുള്ള കാരണങ്ങൾ കണ്ടു എന്നാണോ അതോ പുറത്തേക്ക് പോകാനുള്ള കാരണങ്ങൾ കണ്ടു എന്നാണ്? അല്ല, മതത്തിൽ നിൽക്കാനുള്ള കാരണങ്ങൾ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണത്? ഒരു ഉദാഹരണം പറയൂ. എങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയൂ. ഞാൻ അത് കേട്ടിട്ട് എനിക്ക് തിരിച്ചു മതത്തിലേക്ക് വരാൻ പറ്റിയ നല്ല കാര്യമല്ലേ? നിങ്ങൾക്കൊരു കൂലി കിട്ടല്ലേ? അല്ല, അത് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. നമുക്ക് പറയാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് എന്നെക്കാൾ കൂടുതൽ അറിവുകളാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളല്ലോ. അല്ല, അത് ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചത്, നിങ്ങൾ കണ്ട ഇസ്ലാമിനകത്ത് നിൽക്കാം എന്ന് നിങ്ങൾക്കൊരു ബോധ്യം തരുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാമിലെ കാര്യം ഏതാണ്? ഒരു ഉദാഹരണം. എനിക്ക് മനസ്സിലാക്കി ഞാനിപ്പോ എന്താ പറയുക, കുറച്ചും കൂടി എനിക്ക് എന്റെ ഒരു കോൺഫിഡൻസ് ഒന്ന് കൂട്ടാനായിട്ട് എന്റെ ഇപ്പൊ പ്രൊഫഷണൽ ആയിക്കോട്ടെ,
പല കാര്യങ്ങളും എനിക്കൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് ഒരു ദൈവവിശ്വാസത്തിനോട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവവിശ്വാസമാണോ അതോ ഇസ്ലാമിലുള്ള വിശ്വാസമോ? എന്നുവെച്ചാൽ നമുക്കൊരു ദൈവവിശ്വാസം, നമ്മൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു ഇസ്ലാമിലേക്ക് കുറച്ചും കൂടി അടുക്കാനുള്ളതും, പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഇസ്ലാം മതവിശ്വാസത്തിലേക്ക്, മതവിശ്വാസം എന്ന് പറയുന്നില്ല, നല്ലൊരു വിശ്വാസത്തിലേക്ക്, ദൈവവിശ്വാസത്തിലേക്ക് എനിക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമായില്ല. ഇപ്പൊ ദൈവം എന്ന് പറയുമ്പോ ഇവിടെ കുറെ അല്ല, ദൈവങ്ങളില്ലേ? ഇപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മതങ്ങളുണ്ട്. ക്രിസ്ത്യൻ ഉണ്ട്, ഹിന്ദു ഉണ്ട്, ജൈന മതമുണ്ട്, ബുദ്ധമതം, അങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട്. അതെ. പക്ഷെ അതെല്ലാം എത്തുന്നത് നമുക്കൊരു ഏകദൈവ വിശ്വാസത്തിലേക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ അങ്ങനെയല്ലല്ലോ. ഇസ്ലാം മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നത് ഏകദൈവ വിശ്വാസത്തിൽ തന്നെയാണല്ലോ. അങ്ങനെയല്ലല്ലോ. എങ്ങനെയാണ്? പിന്നെ എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. എല്ലാ മതങ്ങളും ഏകദൈവ വിശ്വാസത്തിലേക്കാണെന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. ഏകദൈവ വിശ്വാസങ്ങളുള്ള മതങ്ങളുണ്ട്, പോളിതെയിസ്റ്റിക് ആയിട്ടുള്ള മതങ്ങളുണ്ട്. ശരിയാണ്. ഇനി പക്ഷെ അത് മറ്റൊരു നമുക്കിപ്പോ കാര്യം, സ്ഥലകാലങ്ങൾ മാറുന്നതനുസരിച്ച് ചിലപ്പോ വിശ്വാസങ്ങൾ ഇപ്പൊ ബഹുദൈവ വിശ്വാസങ്ങളിലേക്ക് മാറ്റം വരുന്നുണ്ടല്ലോ. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഈ ഇസ്ലാം ഏകദൈവ വിശ്വാസമാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതെ. ഏകദൈവ വിശ്വാസമാണ് നല്ലത്, ഒരു ദൈവമേ പാടുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നതിനുള്ള കാരണം എന്താണ്? അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെ? ഒരു ദൈവം മാത്രമേ പാടുള്ളൂ, രണ്ട് ദൈവങ്ങളോ അതിൽ കൂടുതലോ പാടില്ല. അല്ല, അങ്ങനെയാണല്ലോ പറയുന്നത്. അതിനുള്ള കാരണം ഖുറാനിൽ എന്താ പറയുന്നത്? അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ നമ്മൾക്കിപ്പോ ഇപ്പൊ നമ്മൾ ബാങ്കുകളിലാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു അത് ഓക്കെ. അല്ല, അത് അറിയണ്ടേ എന്താണ് ഖുറാൻ? അല്ല, ഇപ്പൊ പല കാരണങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാനിപ്പോ പറയുന്നത് വരുന്നില്ല. ഒരു മിനിറ്റ്. അല്ല, നമ്മളിപ്പോ ഒരു സൗഹൃദമാണ്, നമ്മളൊരു സംവാദത്തിനല്ല, സൗഹൃദ സംഭാഷണമായിട്ട് നമുക്ക് ഇതിനെ കാണാം. കേൾക്കൂ. ഓക്കെ. പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്ന കാര്യം നിങ്ങൾ അറിയണം. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ദൈവവിശ്വാസം വരുന്നു പഠിച്ചപ്പോ, അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കുന്നു, അതുവഴി നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു, ഇതാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അതെ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ്. കാരണം നിങ്ങൾക്കും ആദ്യം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിന് നിങ്ങൾ പറഞ്ഞത് ഏകദൈവ വിശ്വാസമാണ് എന്നും കൂടി നിങ്ങൾ പറഞ്ഞു. അതെ. ഇനി ഇസ്ലാമിൽ ദൈവം മാത്രമേ പാടുള്ളൂ, രണ്ടോ മൂന്നോ അതിൽ കൂടുതലൊന്നും ദൈവം പാടില്ല, ഒരെണ്ണം മാത്രമേ പാടുള്ളൂ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അല്ല, ഒരു ദൈവം മാത്രമേ അല്ലേ ഉള്ളൂ. ഓക്കെ, ഉള്ളൂ എന്നുള്ളത് നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഒരു ദൈവം മാത്രമേ പാടുള്ളൂ, രണ്ടെണ്ണം ഉണ്ടാവാൻ പാടില്ല, പാടില്ല. നമുക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല അവിടെ. യെസ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഖുർആനിൽ എന്താണ് അതിന്റെ റീസൺ പറയുന്നത്? എന്തുകൊണ്ട് രണ്ട് ദൈവം ഉണ്ടായിക്കൂടാ? കാരണം നമുക്കിപ്പോ ഞാൻ ഒരു കാര്യം അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്. ചോദിച്ചൊരു കാര്യം വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഒരു സെക്കൻഡ്. അത് നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ ഇത് വരണം. അതായത് രണ്ട് ദൈവം ഉണ്ടായാൽ എന്താണ് കുഴപ്പം എന്നുള്ളതിന് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഉത്തരം പറയണം. അത് ഖുറാനിലുണ്ട്. ഒരു സെക്കൻഡ്. അത് ഖുറാനിലുണ്ട് ഉത്തരം. അത് നിങ്ങളത് കണ്ടിട്ടില്ല, നിങ്ങളത് പഠിച്ചിട്ടില്ല. ഞാൻ ഖുറാനൊക്കെ ഒന്ന് ഫുള്ളി അടിമുടി ഞാനൊന്ന് വായിച്ചു നോക്കിയാണ്, പരിഭാഷകളും അതുപോലെ തന്നെ നോക്കി വരികയാണ്. അപ്പൊ നിങ്ങളത് കണ്ടിട്ടില്ല, ഖുറാനിലുള്ളത് ഉത്തരം കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഖുറാനിലുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരം വേണമല്ലോ, എന്തുകൊണ്ട് രണ്ടെണ്ണം പാടില്ല? ആ ഉത്തരം എന്താണ്? അതാണ് എനിക്ക് അറിയേണ്ടത്. അല്ല, നമുക്കിപ്പോ രണ്ട് ദൈവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവും. ഒരു സൃഷ്ടിയുടെ പേരിൽ അതൊരു കോൺഫ്ലിക്ട് ഉണ്ടാവില്ലേ? അപ്പൊ ദൈവങ്ങൾ ഭയങ്കര അസഹിഷ്ണുക്കളാണ്. അസഹിഷ്ണുക്കളല്ല, നമുക്കതൊരു ഇപ്പൊ നമുക്ക് രണ്ട് പിതാക്കന്മാരുണ്ടായില്ല അവസ്ഥ നിലച്ച് നോക്കി. രണ്ട് പിതാക്കന്മാരുണ്ടായുള്ള അവസ്ഥ നിലച്ച് നോക്കി. എന്താ ഉണ്ടാവുക? അല്ല, അവിടെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവില്ലേ? രണ്ട് പിതാവ് ഉണ്ടാവും? ഇല്ല. അല്ല, ഞാനൊരു അവസ്ഥ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് അത് ഉണ്ടാവില്ല, അത് സയന്റിഫിക്കലി പോസിബിൾ അല്ല. എന്നാൽ പോലും ഉണ്ടായാലുള്ള ഒരു അവസ്ഥ ആ ഒരു ഇതല്ലേ വരിക, അവിടെ ഒരു കോൺഫ്ലിക്ട് അവിടെ വരില്ലേ? ഓക്കെ. ഇനിയിപ്പം ആധുനിക മനുഷ്യൻ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് വന്നപ്പോ മനുഷ്യൻ അത് പരിഹരിച്ചല്ലോ. അപ്പൊ അത് ദൈവത്തിന് പരിഹരിക്കാൻ കഴിയില്ലേ? മനുഷ്യൻ എങ്ങനെയാ അത് പരിഹരിച്ചത്? അല്ല, പക്ഷെ അത് നമുക്കിപ്പോ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ ബിഗ് ബാങ് തിയറി ഒരു ഒറ്റ പ്രതിഭാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്നത്. സയന്റിഫിക്കലി തിങ്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിക്കട്ടെ. അതായത് നിങ്ങൾ പറഞ്ഞത് രണ്ട് ദൈവം ഉണ്ടെങ്കിൽ അവർ കോൺഫ്ലിക്ട് ആവുന്ന പറഞ്ഞത്. മനുഷ്യൻ അങ്ങനെ ഒരു സാഹചര്യം വന്നു, രണ്ട് മനുഷ്യന്മാർ ഒരേ സാധനം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വന്നാൽ
അതിനെ ഓക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യനത് വളരെ എഫക്റ്റീവ് ആയിട്ട് നടത്തുന്നു. അതിനെയാണ് നമ്മൾ പേറ്റന്റ് റൈറ്റ്സ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്ത് പോകുന്നു. അങ്ങനെയാണ് ഓക്കെ നമ്മളിപ്പോ സംസാരിക്കുന്ന ഫോണും നമ്മൾ സംസാരിക്കുന്ന ഓരോ ടെക്നോളജി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ പേറ്റന്റ് വരുന്നതും IP പ്രൊട്ടക്ഷൻ വരുന്നതൊക്കെ അങ്ങനെയാണ്. കോപ്പി റൈറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അതെ അതെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മനുഷ്യനത് വളരെ രമ്യമായിട്ട് പരിഹരിച്ചു. അത് 15 വർഷമോ 20 വർഷമോ അത് കിട്ടും. അത് കഴിയുമ്പോൾ ആളുകൾ അത് വിട്ടുകൊടുക്കും. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട്. വോൾവോ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവര് കണ്ടുപിടിച്ച ഒരു പ്രധാനപ്പെട്ട സാധനമാണ് 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി. അതെ അതെ അവരത് കേട്ടിട്ടുണ്ട് കണ്ടുപിടിച്ചപ്പോ കേട്ടിട്ടുണ്ട്. അവർ കണ്ടുപിടിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ആളുകളുടെ മരണനിരക്ക് കുറയാണ് ആക്സിഡന്റിൽ. അപ്പൊ അവരെന്താ അതെ അതെ ചെയ്തത്? ശരിയാണ്. അവരത് ഓൺ ചെയ്തില്ല. അവരത് ഫ്രീ ആക്കി വിട്ടു. കോപ്പി റൈറ്റ് വെച്ചില്ല അതിന്. ഓക്കെ അപ്പൊ ആളുകൾക്ക് അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മാരുതി കാറിലും നമ്മൾ ഇനിയിപ്പോ കാളവണ്ടി മോഡിഫൈ ചെയ്താൽ പോലും അതിനകത്ത് സീറ്റ് ബെൽറ്റ് വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതെ അതെ ശരിയാണ്. അപ്പൊ മനുഷ്യൻ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന മനുഷ്യന് അതിന്റെ മുന്നിൽ നിന്നിട്ട് നിങ്ങൾ പറയാണ് 2 ദൈവങ്ങൾ ഉണ്ടായാൽ അടിയാവുന്നു. ഇതെങ്ങനെയാ ലോജിക്കലി കറക്റ്റ് ആവുക? അടിയാവുന്നല്ല, നമുക്കതൊരു ഒരു നമുക്കൊരാൾ മാത്രം പോരെ ഇതിൽ നമുക്ക് ആ ഒരു അല്ല, അത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, മനുഷ്യന് തമ്മിൽ അങ്ങനെ ഉണ്ടായാൽ മനുഷ്യന് അത് പരിഹരിക്കാൻ കഴിയുന്നു. ഓക്കെ ഓക്കെ. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയില്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. 2 ദൈവങ്ങൾ ഉണ്ടായാൽ അവർക്ക് തമ്മിൽ സംസാരിച്ചു, ഓക്കെ നീ അല്ല മറ്റേ നമ്മളിപ്പോ ഒരു പുറം ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ, നമുക്കിപ്പോ ഒരു ഏകദൈവ വിശ്വാസം അങ്ങനെയുള്ള ഒരു ലോജിക്കലല്ലേ വരുള്ളൂ. അല്ലല്ലോ നമുക്കത് അല്ലല്ലോ ഇവിടെ ഇവിടെ 30 ദൈവങ്ങളുള്ള രാജ്യത്ത് നിന്നിട്ടല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? അതെ അതെ അപ്പോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നതും. അതെ, അപ്പോ ഇനി അതിൽ കൂടുതൽ ഇപ്പൊ ലോകത്തെ മൊത്തം മതങ്ങള് ഒരു കണക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാം വെറും 25% വരുന്നുള്ളൂ. ആണ്. അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ 75% ആളുകളും മറ്റു ദൈവങ്ങളിലല്ലേ വിശ്വസിക്കുന്നത്. അതെ അപ്പൊ നിങ്ങൾ എങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ളതിനൊക്കെ തള്ളിയത്? ഞാൻ തള്ളി എന്നതല്ല, നമുക്കത് അവർക്ക് വിശ്വസിക്കാൻ, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അല്ല അല്ല, ഇങ്ങനെയാണ്. അത് എനിക്ക് എന്റെ അത് വിശ്വാസം, എനിക്ക് അത് എന്റെ കോൺഫിഡൻസ്. അത് തെറ്റാണ്. അവർക്ക് അങ്ങനെ ഇഷ്ടമുള്ളത് വിശ്വസിക്കാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. എല്ലാവരും ഇസ്ലാമിൽ വിശ്വസിച്ചോളാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ല, ഇസ്ലാമിലേക്ക് വിശ്വസിച്ചാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് അവർക്ക് ഉണ്ടാവുന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ശരിയാണ്, ഓക്കെ. അങ്ങനെയല്ല പക്ഷേ അങ്ങനെയല്ല നിർബന്ധമായിട്ട് മറ്റുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അത് ജിഹാദിന്റെ ആ ഒരു നിർബന്ധമാണത്. ജിഹാദ് നടത്തണമെന്ന് പറയുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ള മതക്കാരെ അവര് കയ്യോടെ കപ്പം കൊടുത്ത് കീഴൊതുങ്ങുന്നത് വരെയും നിങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്യുക. 9, 28, 29 വായിച്ചാൽ മതി ഖുറാനില്. അപ്പോ ഏതാണ് നിങ്ങളൊരു കാഫിറിനെ കണ്ടാൽ, എന്ന് വെച്ചാൽ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത മറ്റൊരു മതവിശ്വാസിയെ നിങ്ങൾ കണ്ടാൽ, ബഹുദൈവ ആരാധന കണ്ടാൽ, ഹിന്ദുവിനെ കണ്ടാൽ, ക്രിസ്ത്യാനിയെ കണ്ടാൽ, ജൂതനെ കണ്ടാൽ, പാഴ്സിയെ കണ്ടാൽ, ബുദ്ധനെ കണ്ടാൽ, ആരെ കണ്ടാലും മുസ്ലിം ആണോ അല്ലേ, മുസ്ലിം അല്ല എന്നുണ്ടെങ്കിൽ അവനോട് യുദ്ധം ചെയ്യണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന മുസ്ലിം അല്ലാത്തവനോട് നിങ്ങൾ പരുഷമായിട്ട് പെരുമാറണം. അവൻ ഇസ്ലാം സ്വീകരിക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അല്ല, ഇത് വെറും മറ്റൊരു ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞാൻ കേട്ടറിവാണ്, ഞാൻ വായിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്വന്തം അയൽവാസി പട്ടിണി കിടന്നാലും അവനെ ഊട്ടാതെ ഉം. വയറ് നിറയ്ക്കരുതെന്ന് നമ്മളിൽ പെട്ടവനല്ല എന്നും പറയുന്നുണ്ട്. ഇത് മക്കയിലൊക്കെ ജീവിച്ചിരുന്ന കുറെ കാലം മുന്നേ പറഞ്ഞാണ്. അതിന് ശേഷം വന്ന അപ്ഡേറ്റ്, നമ്മൾ സോഫ്റ്റ്വെയറിലൊക്കെ അപ്ഡേറ്റ് വരില്ലേ, ആ അന്ന് പറയുന്ന മാതിരി ഇസ്ലാമിൽ കുറെ അപ്ഡേറ്റ്സ് ഉണ്ട്. ഇപ്പോ നസ്ക് ചെയ്യാന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? നസ്ക് ചെയ്യുക ഇതങ്ങനെ കേട്ടറിവില്ല. കേട്ടിട്ടില്ല. എന്ന് വെച്ചാൽ റദ്ദാക്കുക ചില ആയത്തുകൾ. ഇപ്പോ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുന്ന ഒരു ആയത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അത് ഇന്ന് ഖുറാനിൽ നിലവിലുണ്ടോ? ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്തോട്ടെ. ഓ, One eternity later. ഹലോ, നമസ്കാരം. നമസ്കാരം. വിളിച്ചിരുന്നു അല്ലേ? വിളിച്ചിരുന്നു. ഞാൻ മുമ്പും വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചായിരുന്നു നമ്മള്. കട്ടായി പോയതല്ലേ? എങ്ങനെ? ഇടയ്ക്ക് വെച്ച് എന്തോ തിരക്കിൽ പെട്ടുപോയി പോയ ആളല്ലേ? അതെ അതെ അതെ. അജീബ്, നസീബ്. അതന്നെ. പറയൂ, ബാക്കി പറയൂ. എന്നാലല്ലേ എനിക്ക് നമ്മള് ബാക്കി അപ്ലോഡ് ചെയ്യാൻ എങ്ങനെ? പറ്റുള്ളൂ. എന്നാലല്ലേ എനിക്ക് ബാക്കി അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. എന്നാ ബാക്കി പറയാം. ഓക്കെ, നമ്മളെന്തായിരുന്നു പറഞ്ഞത്? അതിപ്പോ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വിട്ടുപോയി. അതിന് കുഴപ്പമില്ല. നമുക്ക് അല്ല, നമ്മളിപ്പോ സംസാരിച്ചത് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു എക്സ് മുസ്ലിം എന്ന രീതിയിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നുള്ളതെന്ന്. അല്ല, അത് നമ്മൾ പറയാറുള്ള കാര്യമാണ്. ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരു മികച്ച മതമാണെന്നും മുഹമ്മദ് നബി ഒരു വലിയ മാതൃകയാണെന്നൊക്കെ പറയുമ്പോ അത് ആണോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് തിരിച്ചു വരുമല്ലോ. അങ്ങനെ തന്നെയാണോ?
അത് നമ്മൾ എനിക്ക് അന്വേഷിക്കണമല്ലോ. അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളതൊരു എനിക്ക് എന്റെ കാര്യത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. അതെ, അങ്ങനെ നമ്മളത് അന്വേഷിച്ചപ്പോ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലായി. മുഹമ്മദ് നബി അങ്ങനെ ഒരു മാതൃകയൊന്നും അല്ല. അല്ല, ഇസ്ലാം ഞാനങ്ങനെ നോക്കിയപ്പോ എനിക്കാണ് ഇപ്പം നമുക്കിങ്ങനെ വലിയൊരു ആൾക്കാർ അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ നമുക്ക് സംസാരിച്ചു അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ സംസാരിച്ചു വന്ന അതാണ്. നിങ്ങൾക്ക് അങ്ങനെ മുഹമ്മദ് നബി ഒരു മികച്ച മാതൃകയാണെന്ന് തോന്നിയതിന് ഒരു ഉദാഹരണം പറഞ്ഞു. മുഹമ്മദ് നബി മികച്ച ഒരു വ്യക്തിയാണെന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരുപാട് ഒരെണ്ണം പറയും. കാര്യങ്ങൾ അങ്ങനത്തെ സമൂഹത്തിൽ വെച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പറയും. ഒരെണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈക്വാലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വേർതിരിവില്ലാതെ നിറത്തിന്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലാണ് ഈക്വാലിറ്റി? എനിക്കൊരു വേർതിരിവ് കൊണ്ടുവരാത്ത രീതിയിൽ എനിക്ക് വന്നിട്ടുണ്ട്. ഏത് കാര്യത്തിലാ ഈക്വാലിറ്റി? ഈക്വാലിറ്റി മീൻസ് ഇപ്പോ നിറത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിറത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ഈക്വാലിറ്റി പിന്നെ അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അടിമത്തവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രശ്നം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിറത്തിന്റെ കാര്യത്തിൽ ഈക്വാലിറ്റി നിറത്തിന്റെ കാര്യത്തിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ഉണ്ടായിരുന്ന അടിമത്തത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഒരെണ്ണം നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ നിറത്തിന്റെ കാര്യത്തിൽ ഈക്വാലിറ്റി എന്ന് പറയുമ്പോ നമ്മളെ സ്കിൻ കളർ അതല്ല ഉദ്ദേശിക്കുന്നത്? അതെ. ഓക്കെ. ഈ മുഹമ്മദ് നബി അടിമകളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പക്ഷെ അവർക്ക് വേണ്ട നീതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? എങ്ങനെ? അടിമയെ എക്സ്ചേഞ്ച് ചെയ്തതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. കേൾക്കൂ, പറഞ്ഞു തരാം. ഓക്കെ. അടിമയെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് നബി പലപ്പോഴും ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളൊരു സാധനം, ഇപ്പൊ എന്റെ കയ്യിലൊരു വണ്ടിയുണ്ട്, നിങ്ങളെ കയ്യിലൊരു വണ്ടിയുണ്ട്, നമ്മൾ തമ്മിൽ വണ്ടികൾ കൈമാറണം. ഓക്കെ. എനിക്ക് താങ്കളുടെ വണ്ടി ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പൊ ഞാനത് ഇഷ്ടപ്പെട്ടു. ഓക്കെ. എനിക്ക് താങ്കളുടെ കയ്യിലിരിക്കുന്ന വണ്ടി ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പൊ എന്റെ കയ്യില് ഒരു വണ്ടി ഉണ്ട്. അപ്പൊ അത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേണമല്ലോ ഞാൻ അങ്ങോട്ട് തരാൻ. ഓക്കെ. അപ്പൊ ഞാനത് എന്തെല്ലാം മാനദണ്ഡം എനിക്ക് അതിനകത്ത് എടുക്കാം ആ എക്സ്ചേഞ്ച് നടത്തണമെങ്കിൽ? എനിക്ക് സ്പെസിഫിക്കേഷൻസ് എടുക്കാം, അതിന്റെ പ്രായം എടുക്കാം, അതിന്റെ എഫിഷ്യൻസി എടുക്കാം, മൈലേജ് എടുക്കാം. ഓക്കെ. പക്ഷെ നമ്മൾ രണ്ടുപേരുടെയും കയ്യിലിരിക്കുന്നത് ഒരേ വണ്ടിയാണെന്ന് വിചാരിക്കാം. ഓക്കെ. മാരുതി 800, എന്റെ കയ്യിൽ മാരുതി 800, നിങ്ങളുടെ കയ്യിൽ മാരുതി 800. അതിന്റെ പവർ സ്പെസിഫിക്കേഷനും ഒക്കെ സെയിം ആണ്. അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ മാനദണ്ഡം എന്തായിരിക്കും അത് എക്സ്ചേഞ്ച് ചെയ്യാൻ? നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഒരേ സ്പെസിഫിക്കേഷനുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യമല്ലോ. എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, അതല്ലേ പറഞ്ഞേ? അല്ല, നമുക്ക് നമ്മുടെ രണ്ടുപേരിലും ഇരിക്കുന്നത് ഒരേ വണ്ടി. അതായത് ഇക്വാലിറ്റി ഉണ്ട്. ഇക്വാലിറ്റി ഉണ്ട്. പക്ഷെ മുഹമ്മദ് നബിയുടെ കാര്യം വന്നപ്പോ എന്താ ഉണ്ടായെന്നറിയോ? എന്തായിരുന്നു? മുഹമ്മദ് നബിയുടെ കയ്യില് കറുത്ത മാരുതി 800ഉം വേറൊരാളുടെ കയ്യിൽ വെളുത്ത മാരുതി 800ഉം ആണ്. അപ്പൊ മുഹമ്മദ് നബി എന്താ ചെയ്തത്? വെളുത്ത 800 വേണം മുഹമ്മദ് നബിക്ക്. അപ്പൊ മുഹമ്മദ് നബി കറുത്ത 800 കൊടുത്തിട്ട് ഒരു വെളുത്ത 800 അല്ല കേട്ടോ വാങ്ങിച്ചത്. അത് തെറ്റാണ്. കാരണം കേൾക്കൂ. അപ്പൊ മുഹമ്മദ് നബി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 800 പോരല്ലോ കറുത്തത്, 2 കറുത്ത 800 കൊടുത്തിട്ട് ഒരു വെളുത്ത 800നെ വാങ്ങിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു വെളുത്ത അടിമയെ കിട്ടാൻ വേണ്ടി 2 കറുത്ത അടിമയെ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ് മുഹമ്മദ് നബി ചെയ്തിരിക്കുന്നത്. ഇത് മാതൃകയാണോ? അല്ല, അത് അങ്ങനെ അതിനൊരു അടിസ്ഥാനമുണ്ടോ? ഇത് മാതൃകയാണോ? അല്ലേ? അല്ല, അങ്ങനെ ചെയ്താലും ആരും ചെയ്താലും നമുക്കത് മാതൃകയാക്കാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നമ്മൾ മുഹമ്മദ് നബി ഒരു ഉത്തമ മാതൃകയാണെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയും എന്നിട്ടാണോ എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോ ഒരു ഹദീസ് നമ്മൾ വായിക്കുകയാണ്, അല്ലെങ്കിൽ പല ഹദീസുകൾ വായിക്കുകയാണ്, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ്. അപ്പൊ ഇത് വായിച്ചു കഴിയുമ്പോ എന്റെ മനസ്സിൽ എന്താ വരെ, ഇതൊരു പ്രവാചകന് ചേർന്ന പണിയാണോ എന്നല്ലേ ഞാൻ ചിന്തിക്കുക? അല്ല, അതെ, ശരിയാണ്. ഇത് കേട്ട് കഴിയുമ്പോ പിന്നെ ആ പ്രവാചകനെ ഒരു മാതൃകയായിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യം എനിക്കുണ്ടോ? അല്ല, പ്രവാചകൻ നമ്മൾ ഏതൊരു അങ്ങനെ ഒരു പ്രവാചകനായിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ലേ?
അല്ല അത് ശരിയാണ്, അത് മാതൃകയാക്കിക്കൊണ്ട് കാരണം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ മാരുതി 800 ഒരേ സ്പെസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ വെളുത്തതും കറുത്തതും തമ്മിൽ വ്യത്യാസമില്ല നിങ്ങൾ പറഞ്ഞു. അതെ നമ്മൾ തന്നെയാണ് പറയണത്. മനുഷ്യനാണെങ്കിൽ കറുപ്പും വെളുപ്പും വെച്ചിട്ട് വ്യത്യാസം കാണിക്കരുത് എന്ന് പറയണോടത്ത് മുഹമ്മദ് നബി ഒരു വെളുത്ത അടിമയെ കിട്ടാൻ വേണ്ടിയിട്ട് 4ഉം 5ഉം കറുത്ത അടിമേനെ 2ഉം 3ഉം എണ്ണത്തിനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് വെളുത്ത അടിമേനെ വാങ്ങിച്ചിരുന്നത്. പക്ഷെ ഞാനീ പറയുന്നില്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയൂ, അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഇനിയിപ്പോ അതിനകത്ത് കൂടുതൽ കിടന്ന് നമ്മൾ മുഹമ്മദ് നബീനെ വെളുപ്പിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അല്ല ഞാനൊന്നും പറഞ്ഞോട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എനിക്കും പറയാനുള്ള ഒരു സ്റ്റേജ് അവിടെ വേണമല്ലോ. വേണം. അല്ല ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾക്കിപ്പോ ഈ പറയുന്ന കാര്യത്തിൽ അടിസ്ഥാനം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അടിസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനം ഉണ്ടല്ലോ. ഹദീസുകൾ നിങ്ങൾ എടുക്കില്ലേ? അല്ല ഹദീസുകൾ നമ്മൾ എടുക്കുന്നതാണ്. എങ്കിൽ നമുക്കിപ്പോ ഇന്നത്തെ അവസ്ഥയിൽ പല ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്, പല നിങ്ങളിപ്പോ ഈ ഓരോ ഹദീസ് പറയുമ്പോഴും അത് ഫേക്ക് ആണോ അത് ഫേക്ക് അല്ലാത്താണോ എന്ന് അന്വേഷിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല. അത് നിങ്ങൾക്കാണോ ഉള്ളത്. നിങ്ങൾ പോയി അന്വേഷിക്കൂ. നമ്മളിവിടെ സഹീഹ് ഹദീസ്, സഹീഹ് മുസ്ലിം, സഹീഹ് ബുഖാരി എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അത് എടുത്ത് നോക്കിക്കൂടെ? അത് നമ്മളൊരു ഹദീസ് പറയുമ്പോ അത് സഹീഹ് ആണോ ഫേക്ക് ആവാം, ജൂതൻ എഴുതാന്നൊക്കെ പറയണം. ഇതൊക്കെ പഴയ ക്ലീഷേ ഡയലോഗാണ്. അതൊന്നും ഇനിയിപ്പൊ പറയരുത് പൊന്നു സുഹൃത്തെ. കാരണം ഇന്നത്തെ കാലം ഇത് ഇന്റർനെറ്റിന്റെ യുഗമാണ്. നിങ്ങൾ ചുമ്മാ അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ഇത് ഇന്ന് നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫത്വ വെബ്സൈറ്റും ഇതിന്റെ ഓൺലൈൻ റിപ്പോസിറ്ററികളും ഇതിന്റെ ഓൺലൈൻ ലൈബ്രറികളും ഉള്ള കാലാണ്. നിങ്ങൾക്ക് പോയി സെർച്ച് ചെയ്ത് നോക്കിക്കൂടെ? അപ്പൊ നമ്മളെടുത്ത് വന്നിട്ട് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അത് ഫേക്ക് ആവാൻ സാധ്യത ഉണ്ടെന്ന്. അത് പറയരുത്. കാരണം നിങ്ങൾ വിചാരിക്കണം എന്താ, ഫേക്ക് ആയ ഒരു സാധനം എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് അത് ഇതേപോലെ കോയ കോളിങ്ങിൽ ഇട്ടിട്ട് അത് ചെയ്യും. അത്ര ഊളയാണോ ഞാൻ? അത്രയ്ക്ക് ബോധമില്ലാത്ത ആളാണെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? അങ്ങനെ ഞാൻ ചെയ്ത ഉസ്താദുമാർ എന്നെ ഏറി കയറ്റൂലേ? ഞാൻ ഇത്രയും നാൾ വീഡിയോ ചെയ്തു, ഒരെണ്ണത്തിലെങ്കിലും ഏതെങ്കിലും ഉസ്താദ് വന്നിട്ട് ആരിഫ് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞത് ഒരെണ്ണം കാണിച്ചു തരുമോ നിങ്ങൾ? എത്ര ഹദീസുകൾ, എത്ര ഖുർആൻ വേഴ്സസ് നമ്മളിവിടെ കോട്ട് ചെയ്യുന്നു, പറഞ്ഞിരിക്കുന്നു. ഒരെണ്ണം ആരിഫ് കോട്ട് ചെയ്ത് തെറ്റാണ്, ആരിഫ് പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ്, ലൈഫായ ഹദീസ് ആരിഫ് കോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നിങ്ങൾ കാണിച്ച, എന്നാ പിന്നെ നിങ്ങൾ പറയുന്ന പണി നമ്മൾ എടുക്കാം. അല്ല നമുക്കത് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കത് ചിന്തിക്കണമായിരുന്നു. കാരണം വെച്ചാൽ നമുക്കത് ഒരു ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മളത് കോട്ട് ചെയ്ത് പറയുമ്പോൾ തെളിവ് എവിടെ, അല്ലെങ്കിൽ അത് ഫേക്ക് ആയിക്കൂടെ എന്നൊക്കെയുള്ള ക്ലീഷേ ഡയലോഗ് ഇറക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എടുക്കില്ല. ഒരു സെക്കൻഡ് ഞാൻ ജോലിയിലെത്തി, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിന്റെ താഴെ വരുന്ന കമന്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking.
على free thinking. حي على scientific temper. حي على scientific temper. Dingahu Akbar, Dingahu Akbar. La